ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടരുന്നതിനിടെ കായിക രംഗത്തും ആശങ്ക ഉയരുന്നുണ്ട്. ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയ്ക്കായി ദുബായ് എയർപോർട്ടിലെത്തിയ ബാഡ്മിന്റൺ താരം PV സിന്ധുവും പരിശീലകനും യാത്ര മുടങ്ങിയതോടെ കുടുങ്ങി. Once our flight landed in Dubai, events beyond our control began to unfold, and shortly after, the airspace also was, shut down. And the last few hours have been extremely tense. We could hear the sounds of interceptions overhead, and a few hours later, there was explosion very close to where we were holed up at Dubai airport. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ജോണി ബെയർസ്റ്റോ അടക്കമുള്ളവരും ദുബായിൽ കുടുങ്ങിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. മനീഷ മാത്യു കൂടുതലായി കാര്യങ്ങളെ വിശദീകരിക്കും. മനീഷ, എന്താണ് പുതുതായി ഈ ആക്രമണ പശ്ചാത്തലം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് കായിക രംഗത്ത് സംഭവിക്കുന്നത്? നിരവധി ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു. ഒപ്പം കായിക താരങ്ങളുടെ കാര്യം കൂടി നമ്മൾ കണ്ടു. മാത്രമല്ല, ലോകകപ്പിൽ നിന്ന് ഇറാൻ പിന്മാറുന്ന ഒരു സൂചനകൾ കൂടി വരുമ്പോൾ മനീഷയെ എങ്ങനെ കാണാം കായിക രംഗത്തെ? സംഗീത, യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇന്ത്യൻ കായിക ആരാധകർക്കും ഉണ്ടാകുന്ന തരത്തിലേക്കാണ് ഇന്നലെ നടന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇംഗ്ലണ്ട് ഓപ്പണിന് വേണ്ടി പുറപ്പെട്ട സിന്ധുവും സംഘവുമാണ് നിലവിൽ ദുബായിൽ കുടുങ്ങിയിരിക്കുന്നത്. നിലവിൽ അവരിപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ അവർ അവിടെ എത്തുന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതും. ആക്രമണം ഉണ്ടാകുമ്പോൾ സിന്ധു അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോയിലടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിന്ധുവിൻ്റെ പരിശീലകൻ നിൽക്കുന്നതിന് ഏകദേശം 100 മീറ്റർ അകലെ മാത്രമാണ് ഒരു മിസൈൽ, ഇറാൻ വർഷിച്ച ഒരു മിസൈൽ വന്ന് പതിക്കുന്നത്. ആ മിസൈലിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സിന്ധുവിൻ്റെ പരിശീലകൻ അവിടെ നിന്ന് ഓടി മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൻ്റെ താരങ്ങളായിട്ടുള്ള ബെയ്സ്ട്രോയും അതുപോലെ തന്നെ ഫ്ലിൻറ്റോഫും ഒക്കെ തന്നെ മത്സരങ്ങളുടെ ഭാഗമായി ദുബായിൽ ഉണ്ടായിരുന്നു. ഇവർക്കും ഈ ആക്രമണം നടന്ന ഭാഗങ്ങളിൽ തന്നെയാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ യുദ്ധമുഖത്ത് ഇവരൊക്കെ ഈ മിസൈൽ ആക്രമണങ്ങളടക്കം നേരിൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിലിപ്പോൾ സിന്ധുവിനെയും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഇന്ത്യൻ എംബസി അടക്കം ഇടപെട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇംഗ്ലണ്ടിൻ്റെ താരമായിട്ടുള്ള ജോണി ബെയർസ്റ്റോ അവരുടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഇവരെല്ലാം തന്നെ കായിക താരങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ദുബായിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഇനിയും ഒരുങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ യുദ്ധമുഖമായി തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ വിമാന സർവീസുകളടക്കം റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇനി ദുബായിൽ നിന്ന് എപ്പോഴേക്കാണ് പുറത്തു കടക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവരെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പുറത്തുവരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. സിന്ധുവിന് ഇംഗ്ലണ്ടിലേക്കും അതുപോലെ തന്നെ ബെയ്സ്ട്രോയ്ക്ക് അടക്കം ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നിലവിൽ ഇപ്പോൾ ലോകകപ്പിൽ നിന്ന് പിന്മാറാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ഇറാൻ അങ്ങോട്ടേക്ക് പോയേക്കില്ല എന്നൊരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് നിലവിലിപ്പോൾ ഇറാൻ്റെ പരമോന്നത അധികാരിയെ പോലും ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെ ഇനിയിപ്പോൾ അമേരിക്കയിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നടക്കുന്ന ഒരു ലോകകപ്പിൽ പങ്കെടുക്കാൻ ഇറാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇനിയും വന്നിട്ടില്ലെങ്കിൽ കൂടെ ഇറാൻ ഇതിനെ ഈ ഒരു ലോകകപ്പിനെ ബഹിഷ്കരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ UAE-ക്കായിരിക്കും ഈ ഒരു അവസരം ലഭിക്കുക. അതിനടക്കമുള്ള ചർച്ചകളും കാര്യങ്ങളും പുരോഗമിക്കുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ എല്ലാ കാലത്തും യുദ്ധങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കായിക ലോകത്തും വലിയൊരു കായിക രംഗത്തും വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഉയരുന്നത്. മനീഷ മാത്യു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ അവസരം